ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ നമുക്കിന്ന് പെരുന്നാളായിട്ട് നമുക്ക് മുളകിട്ട ബീഫ് ബിരിയാണി വയ്ക്കുക. അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് നമുക്കിതിൽ സബോള ഇട്ട് കൊടുക്കാം. അരിയാണ് 6 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിലൊരു 3/4 കിലോ സബോളയുണ്ട്. നമുക്ക് ചെറിയുള്ളി ഇടാം. ഒരു 10-15 എണ്ണം ഉണ്ട് ചതച്ചതാണ്. അതുപോലെ 3 പച്ചമുളക്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കും. നമുക്കിതിലേക്ക് തക്കാളി അടിച്ചതാണ്. ഒരു അര കിലോ ഉണ്ട്. ഇത് നമ്മൾ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ നമുക്കിത് ഇതിലൊഴിച്ച് നന്നായി കൂട്ടിക്കാം. നമുക്ക് കുറച്ച് മല്ലിത്തല, കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. എണ്ണ തെളിയണ വരെ നന്നായി മൂപ്പിച്ചെടുക്കും. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. ബാക്കി പൊടികളിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, നമ്മൾ ബീഫിലൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് 2 കിലോ ബീഫാണ്. ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണ വരെ. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 9 ഗ്ലാസ് വെള്ളമുണ്ട്. ബീഫ് വെന്ത വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് തിളപ്പിച്ചതാണ്. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വെന്ത ബീഫാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അരി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് അരമണിക്കൂർ കുതിർത്തിയ അരിയാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. അരമണിക്കൂർ കുതിർന്നാൽ അരി നന്നായി വെന്ത് ചോറ് നല്ല മയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്.
അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം, ചോറ് വേവട്ടെ. നമ്മുടെ ചോറ് പകുതി മുക്കാലും വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിത്തല, കുറച്ച് പുതിന ഇത്തിരി അധികം ഇടണം. പുതിന കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി വാട്ടിയതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മുളകിട്ട ചോറല്ലേ. ഇതൊന്നും വേണ്ട, വെറുതെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പെരുന്നാളായിട്ട് ഞങ്ങൾ മുളകിട്ട ബിരിയാണിയാണ് ഇന്ന് വെച്ചത്. അപ്പോൾ നമുക്കൊരു ഇത്തിരി മസാല ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. ഇത് നമുക്കിത് ദമ്മ ഈ തോരി മേലെ കൊട്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് എന്തായി നോക്കാം. നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല ബീഫൊക്കെ നന്നായി വെന്ത്. മുളക് ബിരിയാണിയാണ്, പാലക്കാടൻ സ്റ്റൈൽ ഇളക്ക് ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.